പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുൾ ചെയ്തു. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നാം കർത്താവിന് സ്തോത്രം ചെയ്യാം. സത്യത്തിൽ മനുഷ്യർ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ ബലഹീനതകളിലും ആവശ്യങ്ങളിലും ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം അനുഭവിപ്പാൻ ആഴമായി വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ട് അവർ ആരാധനയിലൂടെ ആത്മാവിൽ ഉയർത്തപ്പെടുവാനും ഉപവാസത്തിലൂടെ ജഡത്തെ കീഴ്പ്പെടുത്തി ദൈവത്തോട് അടുക്കുവാനും തിരുവചനം ആഴത്തിൽ ധ്യാനിക്കുന്നതിലൂടെ ദൈവഹിതം തിരിച്ചറിയുവാനും തീവ്രമായി ശ്രമിക്കുന്നു. എന്നാൽ സ്നേഹവാനായ നമ്മുടെ കർത്താവ് നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും തൻ്റെ മക്കളെ ഒറ്റയ്ക്ക് വിടാതെ അവരോടൊപ്പം വസിപ്പാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഈ കർത്താവിന്റെ സാമീപ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും ഉറപ്പും അനുഗ്രഹവും. അതിന് തിരുവെഴുത്ത് തന്നെ സാക്ഷ്യം നൽകുന്നു. ജയിലറയിൽ ഒറ്റപ്പെട്ട യോസഫിനോട് കൂടെ വിശ്വസ്ത സുഹൃത്തായി കർത്താവ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും വഴികാട്ടിയായി കർത്താവ് കൂടെ നടന്നു. മരണത്തിന്റെ തീച്ചൂളയിൽ എറിയപ്പെട്ട എബ്രായ ബാലന്മാരോടൊപ്പം ഇറങ്ങി വന്ന് അവർക്ക് അത്ഭുതകരമായ രക്ഷ നൽകിയ കർത്താവാണ് നമ്മുടെ ദൈവം. നാം കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന കർത്താവിന്റെ വചനത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലും നിവൃത്തിയാകുവാൻ ഇടയായിത്തീരും. നമ്മുടെ അന്ത്യം വരെ ഈ ഭൂമിയിലെ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും കർത്താവ് നമ്മെ കൈവിടുകയില്ല. അത് നമ്മൾ വീണുപോയേക്കാവുന്ന പൊട്ടക്കിണറോ ഒറ്റപ്പെടലിന്റെയും പ്രയാസത്തിന്റെയും മരുഭൂമിയോ ഭീതിപ്പെടുത്തുന്ന പ്രതിസന്ധികളുടെ ആഴക്കടലോ ഏകാന്തതയുടെ ഇടമായ പത്മോസോ ഏതുമാകട്ടെ, നാം ഒറ്റപ്പെട്ടു പോകുന്ന, ഭാരപ്പെടുന്ന, തളർന്നു പോകുന്ന, വഴിമുട്ടി നിൽക്കുന്ന സമയത്തൊക്കെയും നമ്മുടെ കർത്താവ് വിശ്വസ്തയോടെ നമ്മോടൊപ്പം നമ്മെ നടത്തുവാൻ, വാഗ്ദത്ത നിവൃത്തിയിൽ എത്തിക്കുവാൻ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ലോകാവസാനത്തോളം നമ്മെ വിട്ടുപിരിയാത്ത അവിടുത്തെ അളവില്ലാത്ത കൃപയിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. ആ സാന്നിധ്യം തന്നെ അങ്ങയുടെ ഹിതത്തിന്റെ നിവൃത്തിയിലേക്ക്, വാഗ്ദത്ത പൂർത്തിയിലേക്ക് ഞങ്ങളെ നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.